പഴത്തിൻ്റെ സ്നാക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് തേങ്ങ ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. ഇനിയൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 4 നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പകുതി മാത്രമാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്, മുഴുവനായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാണെന്ന് വഴിയെ പറയാം. ഇനിയൊരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പാല് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പഴം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് 2 തവി ബാറ്റർ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. താഴ്ഭാഗത്ത് വെച്ചിട്ടുള്ള പഴം വാട്ടിയെടുക്കാത്ത പഴമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് തേങ്ങയുടെ ഫില്ലിങ്സ് ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ സെൻട്രലായിട്ട് വെക്കുന്നത് വാട്ടിയെടുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. തേങ്ങയുടെ മുകളിലായിട്ട് പഴം ഇതുപോലെ ഒരു ലെയറും കൂടെ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിന് മുകളിൽ തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ പഴം സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മാവ് മുകളിലൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിൽ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ വിതറിയിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ മുകളിലായിട്ട് മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് ആവുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് സൈഡൊക്കെ കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയുള്ളൂ. മുകൾ ഭാഗമൊക്കെ കറക്റ്റ് സെറ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ളൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് പെപ്പർ ഹട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.